ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം. പിറ്റന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ഒരു ഗ്രാമത്തിൽ അയൽക്കാരായ ഇരു കുടുംബങ്ങളിൽ ഒന്നിൽ ഭാര്യ ഭർത്താക്കന്മാർ എന്നും വഴക്ക് കൂടുമായിരുന്നു. മറ്റേ കുടുംബത്തിലാവട്ടെ യാതൊരു കലഹവും ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, അവർ സ്നേഹത്തോടെ സന്തോഷമായി ജീവിച്ചു. ഒരു ദിവസം കലഹമുള്ള വീട്ടിലെ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നമ്മളെന്നും ഇങ്ങനെ വഴക്കടിച്ചു കഴിയുന്നു. അപ്പുറത്തെ വീട്ടിൽ എന്തൊരു സ്വൈര്യത! ആ വീട്ടിൽ എങ്ങനെയാണ് ഇത്ര സ്വൈര്യതയുണ്ടാകുന്നത് എന്ന് നിങ്ങൾ പോയി രഹസ്യമായി ഒന്ന് അന്വേഷിക്കുമോ? അങ്ങനെ അയാൾ ആ വീടിൻ്റെ പിൻപിലുള്ള ഒരു വൃക്ഷത്തിന് പിന്നിൽ ശാന്തമായി നിന്നു. അപ്പോൾ ആ വീട്ടിലെ സ്ത്രീ തറ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുക്കളയിൽ എന്തോ ശബ്ദം കേട്ടിട്ട് അവർ പെട്ടെന്ന് അവിടേക്ക് ഓടി. അപ്പോൾ അവരുടെ ഭർത്താവ് മുറിയിലേക്ക് കയറി വരികയും തറ തുടയ്ക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ബക്കറ്റിൽ തട്ടി വീഴുകയും ആ ബക്കറ്റിലെ വെള്ളം മുഴുവൻ തറയിലൂടെ ഒഴുകുകയും അയാളുടെ വസ്ത്രമെല്ലാം നനയുകയും ചെയ്തു. പെട്ടെന്ന് ഭാര്യ വന്ന് പറഞ്ഞു, അയ്യോ ക്ഷമിക്കണേ, ഞാൻ ബക്കറ്റ് മാറ്റിവെക്കാഞ്ഞത് കൊണ്ടാണല്ലോ നിങ്ങൾ വീണത്. അയാൾ പറഞ്ഞു, അതുകൊണ്ടല്ല, എൻ്റെ കുറ്റമാണ്. ആ ബക്കറ്റ് ഞാൻ ശ്രദ്ധിക്കാതെ പോയതല്ലേ കുഴപ്പം. എന്നിട്ട് ഇരുവരും കൂടെ തറ തുടച്ച് വൃത്തിയാക്കി. രഹസ്യം കണ്ടുപിടിക്കുവാനെത്തിയ ഭർത്താവ് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ആ വീട്ടിൽ ഒരു കുഴപ്പമുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഇരുവരും സന്നദ്ധരാണ്. നാം ആവട്ടെ അന്യോന്യം കുറ്റപ്പെടുത്തുകയുള്ളൂ. അതാണ് നമ്മുടെ പ്രശ്നം. മിക്ക കുടുംബങ്ങളിലെയും ശണ്ഠയുടെ കാരണം ഇതാണ്. പരസ്പരം കുറ്റപ്പെടുത്തുന്നു. കുഴപ്പങ്ങൾ ഉണ്ടായിട്ടില്ലാത്ത ഒരു വീടും കാണില്ല. ആരാണ് ഈ കുഴപ്പങ്ങൾക്ക് കാരണം? ഭർത്താവിൻ്റെ ചിന്തയിൽ ഭാര്യയാണ്, ഭാര്യയുടെ ചിന്തയിൽ ഭർത്താവും. എന്നാൽ മിക്ക പ്രശ്നങ്ങൾക്കും ഇരുവരും ഉത്തരവാദികളല്ലേ? സ്വന്തം കുറ്റം ഏറ്റെടുക്കുവാൻ ഓരോരുത്തരും തയ്യാറായാൽ പിന്നെ പ്രശ്നമില്ല. സമൂഹത്തിൽ വളരെ മാന്യരായി ജീവിക്കുന്ന മിക്കവരും ഇപ്രകാരം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മടിയില്ലാത്തവരാണ്. മുറിയുടെ നടുവിൽ ബക്കറ്റ് വെച്ച ഭാര്യ കുറ്റക്കാരിയാണെന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കാഞ്ഞ താനും. കുറ്റക്കാരനാണെന്ന് മനസ്സിലാക്കുവാൻ അയാൾക്ക് കഴിഞ്ഞു. എന്നാൽ മിക്കവർക്കും ഒരിക്കലും അതിന് കഴിയാറില്ല എന്നതല്ലേ സത്യം. അവരെന്നെ രൂപാന്തരപ്പെടുത്തുവാനാണ് മിക്കവരുടെയും ശ്രമം. സ്വയരൂപാന്തരത്തിന് ആവശ്യമുള്ളതായി ആരും കരുതുന്നില്ല. അതിനാൽ തന്നെ അതിന് ശ്രമിക്കുന്നതുമില്ല. എന്നാൽ സ്വയം രൂപാന്തരപ്പെടാതെ അവരെന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് വിഡ്ഢിത്തം തന്നെ. ആകയാൽ കുറ്റപ്പെടുത്തുന്നവരായിട്ടല്ല, കുറ്റം ഏറ്റെടുക്കുവാൻ സന്നദ്ധതയുള്ളവരായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. ലോകത്തിൻ്റെ പാപം മുഴുവൻ സ്വന്തം ശിരസിലേറ്റതായ യേശു കർത്താവ് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. കുറ്റങ്ങൾ സ്വയം ഏറ്റെടുത്ത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി നമുക്കും ജീവിക്കാം. പ്രിയ കർത്താവെ, ലഭിച്ച ഉൾക്കാഴ്ചയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പരസ്പരം കുറ്റം പഴിക്കാതെ കർത്താവെ, ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവെ അന്യോന്യം പൊറുക്കുവാനും അന്യോന്യം ക്ഷമിക്കുവാനും തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. മാതൃകാപരമായ കുടുംബജീവിതം നയിപ്പാൻ, വ്യക്തിപരമായ ജീവിതം നയിപ്പാൻ ഞങ്ങളെ ഇന്നത്തെ പ്രഭാതത്തിലെ വചനത്തിലെ ധ്യാനത്തിലൂടെ സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.